ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടി ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കിയെടുത്താലോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ ഇതിനെ സ്പെഷ്യലാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് വെച്ചിട്ടുണ്ട്. ആ ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ചിക്കൻ മസാല ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. ബട്ടർ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് കുറച്ച് ഫില്ലിങ്ങേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊരു 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റിലാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാനിവിടെ ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് പിച്ചെടുത്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റിമറിക്കുന്നത് കേട്ടോ. ഈ ഒരു മസാലയുടെ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. ആ കസൂരി മേത്തി കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ നിരടിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ വരുമ്പോൾ അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിക്കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മസാലയുടെ ഫ്ലേവർ തന്നെ വേറെ ലെവലാവും ഈ കസൂരി മേത്തി കൂടെ ചേർക്കുമ്പോൾ. അതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടൊന്ന് നല്ല ടൈറ്റ് ബാറ്ററായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സമൂസ ലീഫിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. സമൂസ ലീഫിൻ്റെ ഒരറ്റ ഭാഗത്ത് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. സമൂസ ലീഫ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. എന്നിട്ട് ഇതിൻ്റെ അറ്റഭാഗത്ത് നമ്മുടെ ഈ ഒരു മൈദയുടെ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ 2 അറ്റഭാഗവും ഓപ്പൺ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, അവിടെയൊക്കെ നല്ലോണം ഫില്ലിങ് വെച്ച് നല്ല ടൈറ്റാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ 2 അറ്റഭാഗത്തും ഇതുപോലെ തന്നെ നമുക്ക് മൈദ പശ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ബാറ്റർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതാ ചെറിയ സേമിയ ഉണ്ടല്ലോ, തിന്നായിട്ടുള്ള, അതിലേക്ക് ഇതിൻ്റെ 2 അറ്റഭാഗം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കാണാൻ നല്ല മുഞ്ചുണ്ടാവും നമ്മുടെ ഈ ഒരു സ്നാക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാം, പക്ഷേ അതിലേറെ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക ഇതുപോലെ ചെറിയ തിന്നായിട്ടുള്ള സേമിയം കൊണ്ട് കോട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്ത് പിന്നെ ചെറിയ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഷീറ്റ് വെച്ചിട്ട് 6 എണ്ണം അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ, നമുക്കറിയാമല്ലോ ഒരു സമൂസയുടെ ഒക്കെ ആ ഒരു കളർ ആ ഒരു രീതിയിലാവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഈ ഒരു ഇഫ്താറിന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.